Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡായ ബക്കിൻഹാംസ് പൈ തിയറം മെത്തേഡാണ്. ഒരു മെത്തേഡ് ഒരു പ്രോബ്ലം വെച്ചിട്ട് പ്രോബ്ലം എക്സാമ്പിളാക്കി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം ഞാൻ വായിക്കാം. ദ എഫിഷ്യൻസി ഈറ്റ ഓഫ് എ ഫാൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ന്യൂ, angular velocity omega, diameter d of the rotor and the discharge q. Express efficiency in terms of dimensionless parameters using Buckingham pi theorem as eta equal to phi of omega d square by nu q by omega d cube. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ നോക്കിയതിൽ നമ്മൾ റെസിസ്റ്റൻസ് ഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയറായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ ഇതേപോലെ കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ഇതേപോലെ ഷോ ചെയ്യാൻ പറഞ്ഞില്ല, ഷോ ദാറ്റ് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ബട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇതിൻ്റെ ഡയമെൻഷണൽ അനാലിസിസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് ആക്കിയിട്ട് അതിനെ ഫൈനലായിട്ട് ആൻസറിനെ എത്തിക്കണം. ഓക്കെ, അതാണ് ഇവിടെയുള്ള ഒരു ടാസ്ക്. ഓക്കെ, ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കണം അല്ലേ, ഏതാണ് ഡിപ്പെൻഡ് ചെയ്യണത്, ഏതൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് നോക്കണമല്ലോ അല്ലേ. അതെന്താണ്, എഫിഷ്യൻസി ഓഫ് എ ഫാൻ ഈസ് എ ഫംഗ്ഷൻ അല്ലേ. എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ആണ്, അപ്പോൾ എഫിഷ്യൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്, ന്യൂനെ, കൈനമാറ്റിക് വിസ്കോസിറ്റി, ആംഗുലർ വെലോസിറ്റി ഒമേഗ, ഡയമീറ്റർ ഡി, ഡിസ്ചാർജ് ക്യൂ എന്ന് പറഞ്ഞ ടേംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതുക, എഫിഷ്യൻസി ഈസ് എ ഫങ്ഷൻ ഓഫ് ന്യൂ ഒമേഗ ഡി ക്യൂ. ഓക്കെ, ഇത് വി അല്ല കേട്ടോ, ന്യൂ ആണ്, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ ഇതിനെ നമ്മൾ ഏത് രീതിക്ക് എഴുതും, F1 ഓഫ്, ഇതിന് വീണ്ടും ഫങ്ഷൻ ഓഫ് എഫിഷ്യൻസി ഈ ഫങ്ഷനാണ് എന്നുള്ളതിൽ അല്ലേ, F1 ഓഫ് ഈറ്റ ന്യൂ ഒമേഗ ഡി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ട് നമുക്കിവിടെ, 1 2 3 4 5 വേരിയബിൾസ് ഉണ്ട് അല്ലേ. അതായത് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ള. അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ് ഈ ഫിസിക്കൽ ഫിനോമിനയിലെ n, സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്, ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ കണ്ടുപിടിക്കണ്ടേ അല്ലേ. MLT ഉണ്ടോ എന്ന് നോക്കണം. അതിന് എന്ത് ചെയ്യണു, നമുക്കിവിടെയുള്ള ഈ എല്ലാ വേരിയബിൾസിൻ്റെ എന്താണ് ഡയമെൻഷൻസ് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ എഫിഷ്യൻസിക്ക് ഡയമെൻഷൻ ഉണ്ടോ, ഇല്ല, ഡയമെൻഷൻലെസ് ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി എഴുതുകയാണ്. ന്യൂവിൻ്റെ ഡയമെൻഷൻ എന്താണ്, L² T⁻⁻1 ആണ്. ആംഗുലർ വെലോസിറ്റി ഒമേഗൻ്റെ ഡയമെൻഷൻ T⁻⁻1 ആണ്. ഡയമീറ്റർ ഡിയുടെ ഡയമെൻഷൻ L ആണ്. ക്യൂയുടെ ഡയമെൻഷൻ, ഡിസ്ചാർജ് ക്യൂവിൻ്റെ ഡയമെൻഷൻ L³ T⁻⁻1 ആണ്. അപ്പോൾ നമ്മളടുത്തുള്ള വേരിയബിൾസിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണത് അല്ലേ. ഈ എഴുതിയ ഡയമെൻഷൻ നോക്കുമ്പോൾ ഈ വേരിയബിൾസിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷനിൽ എല്ലാത്തിലും കൂടിയായിട്ട് എന്താണ്, എമ്മിൻ്റെ ടേം ഉണ്ടാവണം, എല്ലിൻ്റെ ടേം ഉണ്ടാവും, ടീൻ്റെ ടേം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ 3 ആണെന്ന് പറയാം, 3 ആണെന്ന് പറയാം. ആദ്യം നമ്മൾ നോക്കുകയാണ് എം ഉണ്ടോ നോക്കുകയാണ്, എഴുതിയ ഡയമെൻഷനിൽ എം ഇല്ല. എൽ ഉണ്ടോ നോക്കുകയാണ്, എൽ ഉണ്ട്. ടി ഉണ്ടോ നോക്കുകയാണ്, ടി ഉണ്ട്. എല്ലും ടിയും ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ട്. ടി എല്ലാത്തിലും ഉണ്ട്. എല്ല് ഒന്നിലില്ലാത്തോ, അത് ഡസൻറ്റ് മാറ്റർ, ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി. ബട്ട് നമുക്കിവിടെ എന്താണ്, എം ഇല്ല അല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഇവിടെ എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ, 2 ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എം എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ് അല്ലേ. അതാണ് ഇവിടെ എഴുതുന്നത്. നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഇൻവോൾവ് ഇൻ ദിസ് ഫിനോമിന എന്ന് പറയുന്നത് 2 ആണ്, m = 2. ഓക്കെ, ഈ കേസിൽ 2 ഡയമെൻഷൻസേ ഉള്ളൂ, L and T ആർ ഇൻവോൾവ് ആൻഡ് ദർ ഈസ് നോ ഡയമെൻഷൻ M പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് പാരാമീറ്റേഴ്സ് കാണണം അല്ലേ അടുത്തതെന്ന് പറയുമ്പോൾ. അതാണ് ഈ നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് പാരാമീറ്റേഴ്സിനെയാണ് പൈ ടേംസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കാണുക, ഈ പൈ ടേം എങ്ങനെയാണ് കാണുക, n - m ആണ്, n - m ആണ്. n എത്രയാണ്, 5 ആണ്. m എത്രയാണ്, 2 ആണ്. അപ്പോൾ 5 - 2 ചെയ്യുമ്പോൾ 3 കിട്ടി. അപ്പോൾ 3 ഡയമെൻഷൻലെസ് ടേം ആണുള്ളത്, അതായത് 3 പൈ ടേംസ് ആണുള്ളത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, π1 π2 π3 എന്ന് എഴുതാം. π1 π2 π3 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 2നെ നമുക്ക് ഒന്ന് റിട്ടേൺ ചെയ്യാം. ഇക്വേഷൻ 2 എന്താ എഴുതിയിട്ടുള്ളത്, F1 ഓഫ് ഈറ്റ ന്യൂ ഒമേഗ ഡി ക്യൂ = 0 എന്നല്ലേ. അതിനെങ്ങനെ നമ്മളൊന്ന് മാറ്റി എഴുതും,
ആ വേരിയബിൾസിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യും പൈ ടേംസ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ F1 ഓഫ് π1, π2, π3 ഈക്വൽ ടു 0 എന്ന് എഴുതും. അതിന് ഇക്വേഷൻ 3 നിട്ടും. അപ്പോൾ ഇത്രയുമാണ് സ്റ്റെപ്പ് 1 വന്നില്ല. ഫംഗ്ഷൻ റിലേഷൻഷിപ്പ് എഴുതണം, നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് ടേം ഓർ പൈ ടേംസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ച് അതിന് ഈ ഒരു ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് എഴുതി നിർത്തുക. ഇതാണ് സ്റ്റെപ്പ് 1. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? സെലക്ഷൻ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് അല്ലേ. റിപ്പീറ്റിംഗ് വേരിയബിൾസ് നമുക്ക് സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഇൻവോൾവ് ഇൻ ദിസ് ഫിസിക്കൽ ഫിനോമിന. അതായത് ഈ പ്രോബ്ലത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്. അപ്പോൾ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ എന്താ വരിക? 2 ആണ് വരിക അല്ലേ. കാരണം ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ നമുക്ക് രണ്ടല്ലോ, 2 ആണ്. ഇപ്പോൾ ചൂസിങ് 2 റിപ്പീറ്റിംഗ് വേരിയബിൾസ്, 2 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത്. കാരണം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ റിപ്പീറ്റിംഗ് വേരിയബിൾ ചൂസ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഒരിക്കലും റിപ്പീറ്റിംഗ് വേരിയബിളായിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എഫിഷ്യൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസിനെ നമുക്ക് എന്തായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല? ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ റിമൈനിങ് ആയിട്ടുള്ളത് എന്താണ്? റിമൈനിങ് ആയിട്ടുള്ള വേരിയബിൾസ് എന്താണ്? ന്യൂ ഒമേഗ ഡി ക്യൂ ആണ് അല്ലേ. ന്യൂ ഒമേഗ ഡി ക്യൂ ആണ്. അപ്പോൾ നമുക്ക് റിപ്പീറ്റിംഗ് വേരിയബിൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്താണ്? ജോമെട്രിക് പ്രോപ്പർട്ടി, ഫ്ലോ പ്രോപ്പർട്ടി, ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ് വേണ്ടത് അല്ലേ. കാരണം അത് 3 ഫണ്ടമെൻ്റൽ ഡയമെൻഷനാണ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ഫണ്ടമെൻ്റൽ ഡയമെൻഷനുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 പ്രോപ്പർട്ടി മതി. ഏതൊക്കെയാണ്? ജോമെട്രിക് പ്രോപ്പർട്ടിയും ഫ്ലോ പ്രോപ്പർട്ടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഡയമെൻഷനിൽ ആദ്യത്തെ ജോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഡി ആണ് വരുന്നത് അല്ലേ. ജോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു ലെങ്ത്ത്, ഡയമീറ്റർ, ഹൈറ്റ് ഒക്കെയാണ്, ഹൈറ്റ് ഹെഡ് ഒക്കെയാണ് ജോമെട്രിയിൽ വരിക. അപ്പോൾ ഇവിടെ ഡി ഉണ്ട്. അടുത്തത് എന്താണ്? ഫ്ലോ പ്രോപ്പർട്ടിയാണ് വേണ്ടത് അല്ലേ. ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ആംഗുലർ വെലോസിറ്റി. ഫ്ലോ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് വെലോസിറ്റി, ആക്സലറേഷൻ, ആംഗുലർ വെലോസിറ്റി ഒക്കെയാണ് എന്ത് ഫ്ലോ പ്രോപ്പർട്ടിയിൽ വരുന്നത്. ആംഗുലർ വെലോസിറ്റി. തേർഡ് വൺ വേണ്ട. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി വേണം. കാരണം എന്താ ഇവിടെ 2 ഡയമെൻഷനിലുള്ളൂ. അപ്പോൾ എല്ലാം ടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തേർഡ് വൺ വേണ്ട. ജോമെട്രിക് പ്രോപ്പർട്ടിയും ഫ്ലോ പ്രോപ്പർട്ടിയും മതി, ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റിപ്പീറ്റിംഗ് വേരിയബിൾ കണ്ടുപിടിച്ചു. ഇനി അടുത്താണ് 3 പൈ ടേംസ് ആണുള്ളത് അല്ലേ. π1, π2, π3. അപ്പോൾ ഓരോ പൈ ടൈമിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? m+1 വേരിയബിൾസ് ആണ്. അതായത് നമ്മളെ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് +1 വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഈച്ച് പൈ ടൈം കണ്ടെയ്ൻസ് m+1 വേരിയബിൾസ്. എം ഇവിടെ എത്രയാണ്? നമുക്ക് 2 ആണ്. അപ്പോൾ 2 + 1 3 വേരിയബിൾസ് ഉണ്ടാവണം അല്ലേ. അതിൽ 2 റിപ്പീറ്റിംഗ് വേരിയബിളാണ്, വേറൊന്ന് അനദർ വേരിയബിളാണ്. അപ്പോൾ π1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. റിപ്പീറ്റിംഗ് വേരിയബിൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഡി ഒമേഗയാണ്. അപ്പോൾ d⁻A1 ω⁻B1. ദെൻ അടുത്ത അവിടെയുള്ളത് ഇവിടുത്തെ ഓർഡറിൽ എഴുതി പോവുക. നമ്മളിവിടെ എഴുതിയ ഓർഡറിൽ ഡി ഒമേഗ എഴുതി. അത് കഴിഞ്ഞ് ഡി ഒമേഗനോട് 5 ആണ് എഴുതേണ്ടത് പൈ ടൈമിൽ. അടുത്ത ടൈമിൽ ന്യൂ വരും, അടുത്ത ടൈമിൽ ക്യൂ വരും. d⁻A1 ω⁻B1 ഈറ്റ. π2 എന്ന് പറയുമ്പോൾ d⁻A2 ω⁻B2 ന്യൂ. π3 എന്ന് പറയുമ്പോൾ d⁻A3 ω⁻B3 ക്യൂ. ഇതെന്താണ്? പൈ ടേംസ് ആയി അല്ലേ. അത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 നമുക്ക് പൈ ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്നുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാണ് ഈ പൈ ടേംസിൽ. അപ്പോൾ ഈച്ച് പൈ ടേംസ് ഈസ് സോൾവ്ഡ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. അപ്പോൾ ഫസ്റ്റ് പൈ ടേം എന്ന് പറഞ്ഞാൽ π1 ആണ്. ഫസ്റ്റ് പൈ ടേം എടുക്കണം. അതെന്താണ്? π1 ഈക്വൽ ടു d⁻A1 ω⁻B1 ഈറ്റ എന്നാണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ 2 സൈഡിലും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് π1 ഡയമെൻഷനും ഈ ഡിൻ്റെയും ഒമേഗൻ്റെയും ഈറ്റയുടെയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ പൈയുടെ ഡയമെൻഷൻ, പൈ ഡയമെൻഷൻലെസ് നമ്പറാണ്. അതിൻ്റെ ഡയമെൻഷൻ m⁻0 l⁻0 t⁻0 എന്ന് എഴുതാം. അതുപോലെ എഫിഷ്യൻസിൻ്റെ ഡയമെൻഷൻ m⁻0 l⁻0 t⁻0 ആണ്. ദെൻ ഡിക്ക് ഡയമെൻഷൻ ഉണ്ട്, എൽ ആണ്. ടിക്ക് ഒമേഗയ്ക്ക് ഡയമെൻഷൻ ഉണ്ട്, t⁻−1 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പൈ ആണ്, പൈയുടെ ഡയമെൻഷൻ എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിയുടെ ഡയമെൻഷൻ എൽ ആണ്, l⁻A1 എഴുതി. ഒമേഗയുടെ ഡയമെൻഷൻ d⁻−1 ആണ്. സോ t⁻−1 ⁻B1 എഴുതി. ഈറ്റ ഡയമെൻഷൻ m⁻0 l⁻0 t⁻0 എന്ന് എഴുതി. ഓക്കെ, അതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ l⁻A1 t⁻−B1 എഴുതി. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്?
ഇത് സോൾവ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇത് ഇവരിവിടെ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടിരിക്കുകയാണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇതിപ്പോൾ ഈ സ്റ്റെപ്പ് എഴുതാതെയും നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇക്വേറ്റിംഗ് ദ എക്സ്പോണൻസ് ഓർ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ് അല്ലേ. MLTയുടെ പവേഴ്സ്. ആദ്യം പവർ ഓഫ് എം, അതായത് ഈ ഇക്വേഷനിൽ പവർ ഓഫ് എം എടുക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ എന്താണ് 0, റൈറ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ 0 ക്യാൻസലായി. ഇനി പവർ ഓഫ് എൽ അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ പവർ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ പവർ A1 ആണ്. സോ L ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, A1 കിട്ടും. കാരണം ഇവിടെ വേറെ L ഇല്ലല്ലോ. ഇനി ടിയുടെ പവറാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടിയുടെ പവർ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലോ -B1 ആണ് അല്ലേ. -B1 ആണ്, കാണുന്നില്ലേ, -B1 ആണ്. അതെവിടെ ഇരിക്കുന്നത്, പവർ ഓഫ് ടി -B1 ആണ്. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടതാണ്, A1ൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്, B1ൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് A1 ആൻഡ് B1 ഇൻ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് പൈ ടേം. ഫസ്റ്റ് പൈ ടേം ഇതുണ്ടല്ലോ, π1 ഈക്വൽ ടു ഡി പവർ അല്ലേ, ഇതല്ലേ ഡി പവർ A1 ഒമേഗ ബി പവർ B1 ഈറ്റ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം π1 ഈക്വൽ ടു ഡി പവർ 0 ഒമേഗ പവർ 0 മ്യൂ എന്ന് എഴുതാം. മ്യൂ അല്ല, ആക്ച്വലി അവിടെ ഈറ്റയാണ് കേട്ടോ. മിസ്റ്റേക്കാണ് ഇവിടെ, പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ഇവിടെ ഈറ്റയാണ്. ദിസ് ഈസ് നോട്ട്, സോറി, ഈറ്റയാണ് കേട്ടോ, നോട്ട് ചെയ്യുക, ഈറ്റയാണ്, ഇത് ഈറ്റയാണ് കേട്ടോ. അപ്പോൾ π1 ഈ ഡി പവർ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒമേഗ പവർ 0 എന്ന് പറഞ്ഞാൽ 1. എനിത്തിങ് പവർ 0 ഈസ് 1 അല്ലേ. അപ്പോൾ സോ π1 എന്ന് പറയുന്നത് എന്താണ്, ഈറ്റ എന്ന് കിട്ടി. ഇനി അതുപോലെ സെക്കൻഡ് പൈ ടൈം സോൾവ് ചെയ്യുക. π2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി പവർ A2 ഒമേഗ പവർ B2 വി ന്യൂ എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഡയമെൻഷൻ ചെയ്താണ്. പൈക്ക് ഡയമെൻഷൻലെസ് ആണ്, എം പവർ 0 എൽ പവർ 0 ടി പവർ 0. ഡിയുടെ എൽ ആണ്, എൽ പവർ A2. ഒമേഗയുടെ എൽ ടി പവർ -1 ടി പവർ -1 ഹോൾ പവർ B2. ദെൻ ന്യൂ എന്ന് പറയുമ്പോൾ കാനമാറ്റിക് വിസ്കോസിറ്റി ആണ്, അതിന് ഡയമെൻഷൻ ഉണ്ട്, L² ടി പവർ -1 ആണ്. ഓക്കെ, ഇനി അതിനെ ഇവിടെ ഇങ്ങനെ എഴുതി, എൽ പവർ A2 ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയില്ല, ഇത് മതി, ഇങ്ങനെ എഴുതിയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെ എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയും ചെയ്യാം. ഓക്കെ, ഇനി പവർ ഓഫ് എം നോക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എമ്മിൻ്റെ പവർ 0, റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്. പവർ ഓഫ് എൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എല്ലിൻ്റെ പവർ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇവിടെ A2 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്. അതാണ് ഇവിടെ A2 + 2 എന്നിട്ടിരിക്കുന്നത്. സോ A2 + 2. ഇപ്പോൾ ഇതിന് നമുക്ക് എന്ത് കിട്ടും, A2 ഈക്വൽ ടു എന്താണ്, -2 എന്ന് കിട്ടും അല്ലേ. ഇനി പവർ ഓഫ് ടി എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, 0 2. റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ -1 B2 ആണ്. അപ്പോൾ -B2 ഇവിടെ -1 ഉണ്ട്. അപ്പോൾ -B2 -1. സോ B2യുടെ വാല്യൂ എന്താണ്, -1 എന്ന് കിട്ടും അല്ലേ. അതാണ് A2 -2ഉം B2 -1. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ π2ൻ്റെ ടൈമിൽ A2 B2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ വരിക, π2 ഈക്വൽ ടു ഡി പവർ A2 -2 ആണ്. സോ ഡി പവർ -2 ഒമേഗ B2 -1 ആണ്. സോ ഒമേഗ -1 ന്യൂ എന്ന് കിട്ടി. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, π2 ഈക്വൽ ടു ഈ നെഗറ്റീവ് സൈനുള്ളത് താഴെ എടുക്കുമ്പോൾ പോസിറ്റീവ് അല്ലേ. അപ്പോൾ ന്യൂ ബൈ d² ഒമേഗ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ. ഇനി തേർഡ് പൈ ടൈം, മൂന്നാമത്തെ പൈ ടൈം കാണണം. π3 ഈക്വൽ ടു ഡി പവർ A3 ഒമേഗ B3 Q ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡയമെൻഷൻ എഴുതുമ്പോൾ പൈയുടെ ഡയമെൻഷൻ ടൈം എഴുതി, അതായത് ഇവിടെ ഡിയുടെ എഴുതി, ഒമേഗയുടെ എഴുതി, Q എന്ന് പറയുമ്പോൾ L3 ടി പവർ -1 ആണ്. ഇനി ഇത് സോൾവ് ചെയ്യാണ് അല്ലേ. പവർ ഓഫ് എം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, എമ്മിൻ്റെ പവർ എന്താണ്, 0 ആണ് അല്ലേ. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ എമ്മിൻ്റെ പവർ 0 ആണ്, അവിടെ 0 ആണ്. ഇനി അതുപോലെ പവർ ഓഫ് എൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ പവർ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ എല്ലിൻ്റെ പവർ ഇവിടെ ഉണ്ട്, A3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ A3 + 3, അതുകൊണ്ട് A3യുടെ വാല്യൂ നമുക്ക് -3 എന്ന് കിട്ടി. അതേപോലെ ടിയുടെ പവർ എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ -B3 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. സോ -B3 -1, അപ്പോൾ B3യുടെ വാല്യൂ എടുക്കുമ്പോൾ -1 എന്ന് കിട്ടി. അപ്പോൾ A3 -3യും B3 -1 കിട്ടി. ഇത് നമ്മൾ ഈ പൈ ടൈമിൽ π3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ π3 ഈക്വൽ ടു ഡി പവർ -3 ഒമേഗ പവർ -1 Q എന്ന് എഴുതാം അല്ലേ. അപ്പോൾ π3 എന്ന് പറയുമ്പോൾ Q/d³ ഒമേഗ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ. അങ്ങനെ പൈയുടെ ടേംസ് കണ്ടുപിടിച്ചു. 3 പൈ ടൈമാണ്, π1 π2 π3 കണ്ടുപിടിച്ചു. ഇനി എന്താ എഴുതുക, ഇനിയാണ്
അപ്പോൾ പൈ ടേംസ് കണ്ടുപിടിക്കുകയാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 5 എന്താ ചെയ്യുന്നത്? ഈ പൈയുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പൈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 3 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, f1 ഓഫ് π1, π2, π3 = 0 എന്ന്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ f1 ഓഫ് π1 എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? π1 = ഒമേഗ ഈറ്റയാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ π2 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ν/d² ഒമേഗ എന്നാണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. π3 എന്ന് പറഞ്ഞാൽ q/d³ ഒമേഗ ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇട്ടു. ഇനി ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എഫിഷ്യൻസി ഈസ് ടേക്കൺ ടു LHS, അതായത് എഫിഷ്യൻസി ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. അതായത് ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്ത് ബാക്കി അതേപോലെ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. ഇപ്പോൾ എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്? 5 ഓഫ് v/d² ഒമേഗ q/d³ ഒമേഗ എന്ന് എഴുതാം അല്ലേ. വിച്ച് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എഫിഷ്യൻസി ഈക്വൽ ടു, കാരണം എന്താ, ഈ എഫിഷ്യൻസി നമ്മളിവിടെ എടുക്കുകയല്ലേ ചെയ്ത്, ഇങ്ങനെ കൺസിഡർ ചെയ്യുക. എഫിഷ്യൻസിനെ ഇവിടെ നിർത്തിയിട്ട് ഇതിനിങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഓപ്പോസിറ്റില്ല, d² ഒമേഗ ബൈ ന്യൂ എന്നും d² ഒമേഗ ബൈ സി. ഒരു ഡൗട്ട് ഉണ്ട് ഇവിടെ ആക്ച്വലി. അവിടെ d³ ശരിയാണ്, ഇവിടെ d³ ആണ് കേട്ടോ. ഇവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ d² അല്ല d³ ആണ് കേട്ടോ, d³ ആണ്. ഇത് d³ ആണ്. ഇപ്പോൾ നമുക്ക് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ടേമിലാണ്, ഒമേഗ d²/ന്യൂവും q/ഒമേഗ d³ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ലാസ്റ്റ് ഇതിൽ കിട്ടിയിരിക്കുന്നത് ω/d² ഒമേഗ ν/d² ഒമേഗ എന്നും q/d³ ഒമേഗ എന്നാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇതിനങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. മാറ്റി എഴുതി കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് പ്രോബ്ലം ആണ് ഇത്. യൂസിങ് ബക്കിൻഹാം പൈ തിയറം ഷോ ദാറ്റ് വെലോസിറ്റി ത്രൂ എ സർക്കുലർ സർഫേസ് ഇസ് ഗിവൺ ബൈ v = √2gh phi of d/h μ/ρvh എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. കാരണം ഈ ഡയമെൻഷൻലെസ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസാണ് വേണ്ടത്. എത്ര പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങളെ ഹോംവർക്കാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രോബ്ലം തന്നെ 2 രീതിയിൽ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് കൂടി പറയാം. ഇപ്പോൾ നമ്മൾ പ്രോബ്ലം വായിക്കുക. പ്രഷർ ഡ്രോപ്പ് ΔP ഈസ് in a pipe diameter d and length L due to turbulent flow. ഈ turbulent flow എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. Depends on mass density ρ and viscosity mu of the flowing fluid, mean velocity of flow v and average height k of roughness projections on the pipe surface. Obtain a dimensionless expression for ΔP by Buckingham's pi theorem. Hence show that HF = 4FL v²/2gd. HF is a head loss due to friction and 4F is a friction factor. ഓക്കെ, കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് കൺഫ്യൂഷൻ ഒന്നും ആവരുത്. അത് നമുക്ക് ലാസ്റ്റ് സോൾവ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. അത് ഡസൻ മാറ്റർ. ബട്ട് എപ്പോഴും നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ്? ΔP ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. പ്രഷർ ഡ്രോപ്പ് ആണ്. ΔP ഡിപ്പെൻഡൻ്റ് ആണ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണേ? ഡയമീറ്റർ ഡീനെ, ലെങ്ത് എല്ലിനെ, ഡെൻസിറ്റി റോനെ, വിസ്കോസിറ്റി മ്യൂനെ, വെലോസിറ്റി വിനെ, സർഫസ് റഫ്നെസ് കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം സ്റ്റെപ്പ് 1 ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ്. ΔP ഈസ് എ ഫങ്ഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഇത്. അടുത്തത് ഇതിനെല്ലാത്തിനും കൂടി റീറൈറ്റ് ചെയ്യണ ഇക്വേഷൻ മാറ്റിയത് ഇറ്റ്സ് f1 ഓഫ് ΔP dl ρ μ v k = 0. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 1,
2 3 4 5 6 7 വേരിയബിൾസ് ഉണ്ട്, 7 വേരിയബിൾസ് ഉണ്ട്. ഈ എല്ലാ വേരിയബിൾസിൻ്റെ എന്താണ് ഡയമെൻഷൻ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ എഴുതാൻ അറിയാം. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിലായിട്ട് എടുത്ത് പോകരുത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സർഫസ് റഫ്നെസ് ആണെന്ന് പറഞ്ഞത്. റഫ്നെസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് റഫ്നെസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ലെങ്ത് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാണ് ഡയമെൻഷൻ കേട്ടോ. അപ്പോൾ ഈ ഡയമെൻഷൻസ് എല്ലാം എഴുതണം. ഡയമെൻഷൻസ് എല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, എത്ര ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഉണ്ട് എന്നെല്ലാം നോക്കണം. അതിനാണല്ലോ ഈ ഡയമെൻഷൻ എഴുതി. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എങ്ങനെയുണ്ട്, ഇവിടെ എം ഉണ്ട്, ഇവിടെ തന്നെ എൽ ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ MLT ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട് അല്ലേ. ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എന്താണ്, 3 ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് ടേം എങ്ങനെയാണ്, n-m അല്ല, 7 - 3 എത്ര, 4 ഉണ്ട്. 4 പൈ ടേംസ് ഉണ്ട്, π1 π2 π3 π4. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ 1 മാറ്റി എഴുതാം. f1 ഓഫ് π1, π2, π3, π4 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. റിപ്പീറ്റിംഗ് വേരിയബിൾ എത്ര റിപ്പീറ്റിംഗ് വേരിയബിൾ ഉണ്ടാവും, എത്രയാണോ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഉള്ളത് അതിന് ഈക്വലായിട്ടായിരിക്കും റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഉണ്ടാവുക. അപ്പോൾ അതായത് m = 3 ആണ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ. അപ്പോൾ റിപ്പീറ്റിംഗ് വേരിയബിൾ എത്രയാണ്, 3 ആണ് വരിക. റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ സെലക്ട് ചെയ്യരുത്. അതായത് ΔP സെലക്ട് ചെയ്താൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ബാക്കിയുള്ള 6 ടേംസ് നിന്നാണ് നമുക്ക് റിപ്പീറ്റിംഗ് വേരിയബിൾ ചൂസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ചൂസ് ചെയ്യേണ്ട ആദ്യത്തെ റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ജോമെട്രിക് പ്രോപ്പർട്ടിയാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ജോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഡയമീറ്റർ ഉണ്ട്, ലെങ്ത് ഉണ്ട് ജോമെട്രി ആയിട്ട്. റഫ്നെസ് നമുക്ക് ജോമെട്രി ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഡയമീറ്ററും ലെങ്ത്തും ഉണ്ട്. ബട്ട് ഇവിടെ ഡയമീറ്ററാണ് ചൂസ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഫ്ലോ ആണ്, പൈപ്പ് ഓഫ് ഡയമീറ്റർ, പൈപ്പാണ് അല്ലേ. പൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഡയമീറ്ററിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജോമെട്രിക് പ്രോപ്പർട്ടിയിൽ ഡയമീറ്ററിന് ചൂസ് ചെയ്തു. ഇനി അടുത്ത് അതേപോലെ ഫ്ലോ പ്രോപ്പർട്ടിയാണ്. ഫ്ലോ പ്രോപ്പർട്ടി ഇവിടെ വെലോസിറ്റി എടുത്തിരിക്കുന്നത്. അതെന്താണ്, ഇവിടെ ഫ്ലോ പ്രോപ്പർട്ടി ആയിട്ട് എന്തേ ഉള്ളൂ, ഇതിൽ വെലോസിറ്റിയേ ഉള്ളൂ. അടുത്തത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ് അല്ലേ. അവിടെ ഡെൻസിറ്റി എടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്, ഡെൻസിറ്റി ഉണ്ട്, വിസ്കോസിറ്റി ഉണ്ട്. എന്നിട്ടും ഡെൻസിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് നോക്കാം. അതാണ് ഞാൻ ടർബുലൻറ്റ് ഫ്ലോ അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇൻ കേസ് ഓഫ് ടർബുലൻറ്റ് ഫ്ലോ ഡെൻസിറ്റി പ്ലേസ് മോർ ഇമ്പോർട്ടൻറ്റ് റോൾ ദാൻ വിസ്കോസിറ്റി. ഓർത്ത് വയ്ക്കുക, ടർബുലൻറ്റ് ഫ്ലോ ആയതുകൊണ്ട് തന്നെ ഡെൻസിറ്റിയാണ് വിസ്കോസിറ്റിയെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയിൽ ഡെൻസിറ്റി എടുത്തത്. നേരെ മറിച്ച് ക്വസ്റ്റ്യനിൽ അവിടെ ടർബുലൻറ്റ് ഫ്ലോ എനിക്ക് പറയാൻ ലാമിനാർ ഫ്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്കോസിറ്റിയാണ് അല്ലേ. ലാമിനാർ ആകുമ്പോൾ അവിടെ വിസ്കസ് എല്ലാം കൂടുതലുണ്ടാവണം. അപ്പോൾ വിസ്കോസിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ഡെൻസിറ്റിയെക്കാളും. അപ്പോൾ നമ്മളവിടെ എന്താണ്, ഇവിടെ റോയ്ക്ക് പകരം എന്തെടുക്കണം, വിസ്കോസിറ്റി എടുക്കണം. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്ത് പോകാൻ. ഓക്കെ, ഇവിടെ നിന്ന് ഈ എടുക്കുന്നത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റിപ്പോവും. ക്ലിയർ. അപ്പോൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ക്ലിയർ ആയല്ലേ. DV റോയാണ്. അപ്പോൾ ഇനി ഓരോ പൈ ടേമും എഴുതാണ്. ഈ സ്റ്റെപ്പ് 3 ഓരോ പൈ ടേംസും എഴുതണം അല്ലേ. ഓരോ പൈ ടേമിലും എന്ത് കണ്ടെയ്ൻ ചെയ്യും, 3 + m+1 വേരിയബിൾസ് ആണ്. m3 ഉണ്ട്, പിന്നെ ഇവിടെ +1 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ π1 എന്ന് പറയുമ്പോൾ DV റോ ΔP. അപ്പോൾ D⁴A1 V⁴B1 ρ⁴C1 ΔP. അതുപോലെ π2 D⁴A2 V⁴B2 ρ⁴C2 L. π3 എന്ന് പറയുമ്പോൾ D⁴A3 V⁴B3 ρ⁴C3 μ. π4 എന്ന് പറയുമ്പോൾ D⁴A4 V⁴B4 ρ⁴C4 K. സ്റ്റെപ്പ് 4 ഡയമെൻഷണൽ ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യാണ്. അത് ഫസ്റ്റ് പൈ ടൈം എടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻസ് എഴുതുകയാണ്. പൈ ഡയമെൻഷൻലെസ് ടേമാണ്, അതിൻ്റെ ഡയമെൻഷൻ എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എഴുതി. ഡിക്ക് L ആണ്, വെലോസിറ്റി T⁻⁻1 ആണ്, റോക്ക് ml⁻³ ആണ്, P എന്ന് പറയുമ്പോൾ പ്രഷറാണ്, ml⁻⁻1 T⁻⁻2 ആണ്. ഇനി ഇത് രണ്ടിൻ്റെ ഡയമെൻഷൻസ് എഴുതി നമ്മൾ സോൾവ് ചെയ്യാണ് അല്ലേ. പവർ ഓഫ് m എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ എമ്മിൻ്റെ പവർ ഇവിടെ ഒരു C1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ C1 + 1 ആണ് വരിക. അതാണ് C1 + 1. ഇനി പവർ ഓഫ് L ആണ്. പവർ ഓഫ് L എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ Lൻ്റെ പവർ 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ A1 ഉണ്ട്, B1 ഉണ്ട്. അപ്പോൾ A1 + B1 -3C1 -1 എന്നുണ്ട്. ആണ് A1 + B1 -3C1 -1 എന്നുണ്ട്. അല്ലെ പവർ ഓഫ് T എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ ടിയുടെ പവർ എന്ന് പറയുമ്പോൾ ഇവിടെ -B1 ഉണ്ട്, അതുപോലെ -2 ഉണ്ട്. അപ്പോൾ -B1 -2 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് C1 = എന്താണ്, -1 എന്ന് എഴുതാം. ഇവിടെ
ബി വൺ ഈക്വൽ ടു -2 എന്ന് ചെയ്താൽ അപ്പോൾ C1ൻ്റെയും B1ൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ പവർ ഓഫ് എല്ലിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് A1 കിട്ടും അല്ലേ. ഇപ്പോൾ B1 പകരം നമ്മൾ -2 എന്ന് കൊടുക്കുന്നു, C1 പകരം -1 എന്നും കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ +3 ആവും, ഇവിടെ -2 ആവും, 0 വരും, A1 0 എന്ന് കിട്ടും. അപ്പോൾ A1ൻ്റെ വാല്യൂ 0, B1ൻ്റെ വാല്യൂ -2, C1ൻ്റെ വാല്യൂ -1. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ എന്താണ് π1 ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ π1 = d⁻0 v⁻−2 ρ⁻−1 ഡെൽറ്റ പി. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ പി ബൈ റോ വി സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ സെക്കൻഡ് പൈ ടൈം കാണുമ്പോൾ π2 = ഇതിൻ്റെ 2 ഡയമെൻഷനും എഴുതി സോൾവ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, പ്രൊസീജിയർ സെയിം തന്നെയാണ്. അപ്പോൾ പവർ ഓഫ് എം എടുക്കുമ്പോൾ C2ന് 0 എന്ന് കിട്ടി, പവർ ഓഫ് എൽ എടുക്കുമ്പോൾ A2 + B2 - 3C2 + 1 = 0 എന്ന് കിട്ടി, പവർ ഓഫ് ടി എടുക്കുമ്പോൾ -B2 = 0 എന്നുണ്ട്. അപ്പോൾ C2 നമുക്ക് 0 കിട്ടി, B2 0 എന്ന് കിട്ടി, A2 -1 കിട്ടി. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ d⁻−1 v⁻0 ρ⁻0 L എന്നാണ്, L/d എന്ന് കിട്ടും π2. അതേപോലെ മൂന്നാമത്തെ പൈ ടൈം കാണുകയാണ്. അപ്പോൾ π3 = ചെയ്തു, ആ മൂന്നാമത്തെ പൈ ടൈം കാണുമ്പോൾ π3 = μ/dv റോ എന്ന് കിട്ടി. അതേപോലെ നാലാമത്തെ പൈ ടൈം കാണുകയാണ്, ഡയമെൻഷൻ ഇടുക, സോൾവ് ചെയ്യുമ്പോൾ k/d എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഈ എല്ലാ π1 π2 π3 എന്ന് പറഞ്ഞ ഇക്വേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് ഇതാ ഇക്വേഷൻ 2 അല്ലേ. അതായത് പൈ ടേംസിൻ്റെ ഇക്വേഷൻ ചെയ്തിട്ടില്ല അതിൽ. സോൾവ് F1 = F1 ഓഫ് ∂P / ρv സ്ക്വയർ 1/d μ/1/d അല്ല, ആക്ച്വലി L/d അല്ലേ. സെക്കൻഡ് പൈ ടേം L/d ആണ്, ഇവിടെ ഒരു മിസ്റ്റേക്കാണ്, L/d ആണ്. ദിസ് ഈസ് നോട്ട് 1, ദിസ് ഈസ് L. ∂P / ρv സ്ക്വയർ L/d μ/dv റോ k/d. അപ്പോൾ ഇതിൽ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രഷറാണ് ഡിപ്പെൻഡൻ്റ്, അത് മാത്രം ഒരു സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ അതർ സൈഡ് എഴുതുകയാണ്. അപ്പോൾ ∂P / ρv സ്ക്വയർ = നമുക്ക് എഴുതാം ഫംഗ്ഷൻ ഓഫ് φ അല്ലേ. ഫംഗ്ഷനെ φ എന്ന് കൊടുക്കും, φ ഓഫ് L/d μ/dv റോ k/d എന്നാണ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി ചെയ്യേണ്ടത്, ഇതോടുകൂടി കഴിഞ്ഞു. ബട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ HF = 4FL_v²/2GD ആണെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്പ്രഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. HF എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് അറിയാം. അപ്പോൾ ഫ്രം എക്സ്പെരിമെൻറ്റ്സ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ പ്രഷർ ഡിഫറൻസ് ΔP ഈസ് ലീനിയർ ഫംഗ്ഷൻ ഓഫ് L/d. അതായത് ഈ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ΔP എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷനാണ് ഓഫ് എന്തിൻ്റെ L/dൻ്റെ ലീനിയർ ഫംഗ്ഷനാണ്. അപ്പോൾ ΔP / ρv സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എഴുതാം. ഇവിടെ എഴുതിയ ഈ ഇക്വേഷനിൽ നിന്ന് L/d ലീനിയർ ആയതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിവിടെ ചെയ്ത് ΔP / ρv സ്ക്വയർ = L/d ഫംഗ്ഷൻ ഓഫ് μ/dv റോ k/d എന്ന് എഴുതി. ഇനി ഇവിടെ ΔP / റോനെ മാത്രം v സ്ക്വയറിനെ =ൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. സോ വിച്ച് ഈസ് = v² L/d ഫംഗ്ഷൻ ഓഫ് μ/dv റോ k/d. ഇനി ഈ രണ്ട് സൈഡും g കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ വരിക, ΔP / ρg = ഇവിടെ v²/g L/d φ ഓഫ് μ/dv റോ k/d. ഇതെന്തിനാണ് ചെയ്ത്, ΔP എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷർ P1 - P2 ആണ്. അപ്പോൾ P1 - P2 / ρg ആണ് HF, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF കിട്ടാൻ. ഇനി അതേപോലെ നൗ ഈ φ ഓഫ് μ/dv റോ k/d കണ്ടെയ്ൻസ് 2 ടേംസ് അല്ലേ, 2 ടേംസ് ആണ്. ഫസ്റ്റ് വൺ μ/dv റോ വിച്ച് ഈസ് റെയ്നോൾഡ്സ് നമ്പർ, അതായത് ρvd/μ ആണ് റെയ്നോൾഡ്സ് നമ്പർ. ഇത് μ/ρvd എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഓഫ് റെയ്നോൾഡ്സ് അല്ലെ, 1/റെയ്നോൾഡ്സ് നമ്പർ എന്ന് എഴുതാം. സെക്കൻഡ് ടൈം k/d ആണ്. ഇറ്റ് ഈസ് കോൾഡ് റഫ്നെസ് ഫാക്ടർ. k/d എന്ന് പറഞ്ഞാൽ റഫ്നെസ് ഫാക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളിവിടെ ഇതാണ് ഫംഗ്ഷൻ ഓഫ് 1/re k/d ഈസ് പുട്ട് ഈക്വൽ ടു f എന്ന് പറഞ്ഞാൽ നമ്മൾ f ആയിട്ട് എടുക്കുകയാണ്. അത് ഫ്രിക്ഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആയിട്ട് എടുക്കുകയാണ്. വേർ f ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് റഫ്നെസ് ഫാക്ടർ. റഫ്നെസ് ഫാക്ടറിൻ്റെയും റെയ്നോൾഡ്സ് നമ്പറിൻ്റെയും ഫംഗ്ഷനാണ് f എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ടേമിന് പകരം എന്ത് കൊടുക്കുകയാണ്, ഇവിടെ f എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ v² L f/gd എന്ന് വരും. അപ്പോൾ ∂P / ρg = ഇവിടെ f ഉണ്ടല്ലോ, എഫിന് പകരം നമ്മൾ 4f എന്ന് തന്നെ കൊടുക്കുകയാണ്. ഫ്രിക്ഷൻ ഫാക്ടർ എടുക്കുക 4f
v²L/GD എന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് എക്സ്ട്രാ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 വേണം, അതുകൊണ്ട് 2 ഇട്ട് കൊടുത്തു. അപ്പോൾ സിൻസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ∂P/ρg എന്ന് പറഞ്ഞാൽ എന്താണ് HF ആണ്. HF = 4FL v²/2GD എന്ന് എഴുതാം. ഓക്കെ, ഇതൊന്നുമില്ല, ഇത് നമുക്ക് കുറച്ച് ബേസിക് അറിയണം. ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാക്ടറാണ്, ഇതിൻ്റെ ഫംഗ്ഷനാണെന്ന് അറിയണം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ HF = 4FL v²/2GD എഴുതിയെന്ന് അറിയണം. ഓക്കെ, അതറിയേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ്. ഇതിൽ വരുന്ന ഡിഫറൻസ് ഇതാണ്. പ്രഷർ ഡിഫറൻസ് ΔP ഇൻ എ പൈപ്പ് ഓഫ് ഡയമീറ്റർ D ആൻഡ് ലെങ്ത് L ഡ്യൂ ടു വിസ്കസ് ഫ്ലോ. നമ്മൾ മുൻപ് പറഞ്ഞ പ്രോബ്ലത്തിൽ ടർബുലൻറ്റ് ഫ്ലോ ആയിരുന്നു, ഇവിടെ വിസ്കസ് ഫ്ലോ ആണ്. അപ്പോൾ വിസ്കസ് ഫ്ലോ ആയതുകൊണ്ട് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ജോമെട്രിക് പ്രോപ്പർട്ടിയും ഫ്ലോ പ്രോപ്പർട്ടിയിലും ഒരു മാറ്റമില്ല. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ എന്താണ് മ്യൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. സെയിമായി സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടും, ഇവിടെ കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതോടുകൂടി ഡയമെൻഷണൽ അനാലിസിസിലെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഭാഗത്തിൽ കുറച്ച് കാര്യം കൊണ്ടിട്ടുള്ളൂ, അതോടുകൂടി നമ്മൾ ഈ മൊഡ്യൂൾ തീരും. ഓക്കെ, താങ്ക് യു.